എന്നറിയുമോ? മഹാനായ അസ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെന്ന് കാണിച്ചു തന്നു എങ്ങനെയാണ് ഒരു മകളെ വളർത്തേണ്ടതെന്ന്, എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന്. വളർത്തിയാ മാത്രം പോരാ, സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് ലോകത്തിന്റെ നേതാവ് കാണിച്ചു തന്നു. കാരണം ലോകത്ത് ഒരു വാപ്പയും പറയാത്ത വാക്ക്, എന്റെ പൊന്നുമകള് ഫാത്തിമയുണ്ടല്ലോ, അവളെന്റെ കരളിന്റെ കഷ്ടവാ. പടച്ചവനെ, തന്റെ വാപ്പയുടെ മുഖമൊന്നു വാടിയാൽ, തന്റെ വാപ്പയുടെ കണ്ണൊന്നു നിറഞ്ഞാൽ ഫാത്തിമയ്ക്കറിയാമായിരുന്നു എന്റെ വാപ്പയുടെ പ്രയാസമെന്താ. അത്രയ്ക്കും രണ്ടുപേരും വല്ലാത്ത സ്നേഹമാ. പടച്ചവനെ, ഫാത്തിമ എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന് മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, പെൺമക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്നറിയുമോ? ഒരു പെൺകുഞ്ഞിനെ എങ്ങനെയാണ് വളർത്തേണ്ടത്? ഫാത്തിമ ബീവിയുടെ ചരിത്രം എടുത്തു വായിച്ചു നോക്കു പൊന്നു പെങ്ങള്. എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ വാപ്പയാരാണെന്നൊന്ന് പഠിക്കുമോനെ. ആരാ മുത്തുനബി എന്ന് പറഞ്ഞ വാപ്പയാരാ? അല്ലാഹുവിന്റെ റസൂൽ ഒരുപാട് പെൺമക്കളെ വളർത്തിയ വാപ്പയാ, ഒരുപാട് പെൺമക്കളെ വളർത്തിയ വാപ്പയാ. ആ പ്രവാചകന് മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് ജീവിതത്തിൽ കാണിച്ചു തരുന്നുണ്ട്. സമയം കിട്ടുമ്പോഴും എടുത്തു വായിച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ. നബിയോടുള്ള സ്നേഹം അതൊക്കെയാ. അല്ലാതെ റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ കേവലം മൗലിദോതി, കുറച്ച് വഅദം നടത്തി, കുറച്ച് സ്വലാത്തും പറഞ്ഞ്, നബിദിന റാലികളും നടത്തി, വരുന്നവർക്ക് മുഴുവനും ഭക്ഷണ പൊതികളും കൊടുത്ത് 12 ദിവസം കൊണ്ട് അവസാനിപ്പിക്കാറുള്ളതല്ല മുത്തുനബിയോടുള്ള സ്നേഹം. അല്ലെങ്കിൽ റബീഉൽ അവ്വൽ 1 മുതൽ 1 മാസക്കാലം പടച്ചവനെ മൗലിദോതി ഈ കാണിക്കുന്ന ഓളമൊന്നുമല്ല ചെറുപ്പക്കാരാ സ്നേഹം. സ്നേഹമെന്ന് പറഞ്ഞാ അത് എല്ലാ ദിവസവും വേണം പൊന്നുമോന്. അതുകൊണ്ട് ആരാണ് പ്രവാചകനെന്ന് നീ വായിച്ചു നോക്കൂ. ആ പ്രവാചകന്റെ ജീവിതം പഠിക്കാ തയ്യാറാകൂ. ആ പ്രവാചകന്റെ ജീവിതം കണ്ടു കഴിഞ്ഞോ ഒരു പൊന്നുമോളെ എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന് മുത്തുനബി അതാ കാണിച്ചു തരുന്നുണ്ട്. ആ കാണിച്ചു തന്ന രീതിയിൽ നീ നിന്റെ മകളെ വളർത്തിയാ സുബ്ഹാനല്ലാഹ്, സാക്ഷാൽ ഇബ്ലീസ് വരെ തോറ്റുപോകുമടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകന് തന്റെ പൊന്നുമോളെ വളർത്തിയതുപോലെ ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു വാപ്പയുണ്ടല്ലോ, ഏതെങ്കിലും ഒരു ഉമ്മയുണ്ടല്ലോ, നിന്റെ പൊന്നാര മകളെ വളർത്തിയാ ഒരിക്കലും അവള് പിഴച്ചു പോകൂല, ഒരിക്കലും അവളെ നിന്നെ നാണം കൊടുത്തൂല, ഒരിക്കലും അവള് കണ്ടവന്റെ കൂടെ ഓടൂല. എന്റെ പൊന്നു പെങ്ങള്, നീ പാപം ചെയ്താ നിന്റെ പൊന്നുമോള് നിനക്ക് തിരുത്തി തരും പെങ്ങള്. വാപ്പാ നിന്റെ ജീവിതത്തിൽ പിഴവ് സംഭവിച്ചാൽ ആ പൊന്നുമോള് പറഞ്ഞു തരും, വാപ്പാ ഇത് പാപവാ, ഇത് പാപവാ, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ. നിന്റെ തെറ്റുപോലും നിന്റെ മക്കളെ തിരുത്തി തരുന്ന അവസ്ഥ. അതുകൊണ്ട് പ്രവാചകന് കാണിച്ചു തരുന്ന വഴിയിലൂടെ സഞ്ചരിക്ക്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്ക്. അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ തന്റെ പൊന്നാര മകളെ വളർത്തിയതെങ്ങനെയാണ്? എല്ലാവരും പറയും പെണ്ണുങ്ങൾക്കാണ് പെണ്ണിനെ അറിയുന്നത്, പെൺമക്കൾക്കാണ് പടച്ചവനെ, പെണ്ണുങ്ങൾക്കാണ് പെൺമക്കളുടെ കാര്യം അറിയുന്നതെന്ന് പറയുന്ന പെങ്ങളെ അങ്ങനെയൊന്നുമില്ല. കാരണം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ വഫാത്താകുമ്പോ, ഖദീജ ബീവി മരണപ്പെടുമ്പോ ഫാത്തിമയ്ക്ക് ചെറിയ പ്രായവാ. ആരാ വളർത്തിയത്? അല്ലാഹുവിന്റെ റസൂലല്ലേ, മുത്തുനബിയല്ലേ വളർത്തിയത്. ആ വളർത്തിയതാ തന്റെ പൊന്നാര മകളെ വളർത്തേണ്ട രീതിയിൽ വളർത്തിയപ്പോ ഏതുപോലെയായെന്നറിയുവോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോളുടെ ചരിത്രം കേൾക്കാ. മരിക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, പെങ്ങളെ വായിച്ചു നോക്ക് ചെറുപ്പക്കാരാ, വായിച്ചു നോക്ക് പെങ്ങള്. ആ ഫാത്തിമ ബീവിയുടെ ജീവിതം വല്ലാത്ത ജീവിതമാ, കൊതി തോന്നുന്ന ജീവിതമാ, എല്ലാവർക്കും മാതൃകയുള്ള ജീവിതമാ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പടച്ചവര് അതാ വളർന്നു വരികയാണ്. തന്റെ പൊന്നാര മകൾക്ക് വിവാഹ പ്രായമെത്തി. തന്റെ പൊന്നാര മകളുണ്ടല്ലോ, അതാ ഇസ്ലാം പറഞ്ഞ രീതിയിൽ തന്നെയാണ് പ്രവാചകം വളർത്തിയത്. ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് വിവാഹ പ്രായമെത്തിയപ്പോ അതാ പല പല കൊലകൊമ്പന്മാരായ സ്വഹാബത്തുണ്ടല്ലോ, ഒരുപാട് സമ്പന്നന്മാരുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നു. യാ റസൂലല്ലാഹ്, ഫാത്തിമ എനിക്ക് വിവാഹം കഴിച്ച് തരുമോ നബിയേ? ഓരോ സ്വഹാബികളും വന്ന് ചോദിക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കല് ഒരുപാട് സ്വഹാബികൾ വന്ന് ചോദിച്ചു, ഒരുപാട് സമ്പന്നന്മാര് വന്ന് ചോദിച്ചു. പക്ഷേ പ്രവാചകൻ ആർക്കും വിവാഹം കഴിച്ചു കൊടുത്തില്ല. പിന്നെ ആർക്കാ കൊടുത്തതെന്നറിയുമോ? ഇന്നതാ പെമ്മക്കളെ വളർത്തിയിട്ട് 18 19 വയസ്സാകുമ്പോ പടച്ചവനെ തന്റെ പൊന്നാര മക്കളെ എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടിച്ചു വിടുന്നതിന് വേണ്ടി പരക്കം പായുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ പ്രവാചകന്റെ കൂടെ ഓസിന് പോകാമെന്ന് നീ കരുതണ്ട. പ്രവാചകൻ പറഞ്ഞു, നീ അവരെ നല്ലതുപോലെ വളർത്ത്. 10 18 വയസ്സാകുന്നത് വരെ, നിന്റെ മക്കൾക്ക് വിവാഹ പ്രായമെത്തുന്നത് വരെ ആരാണ് അല്ലാഹു വന്ന് നീ പഠിപ്പിച്ചു കൊടുക്ക്. അത് പള്ളിയിലെ ഉസ്താദല്ല പഠിപ്പിക്കേണ്ടത്, അത് സ്കൂളിലെ സാറന്മാരല്ല പഠിപ്പിക്കേണ്ടത്, അത് സ്കൂളിലെ ടീച്ചർമാരല്ല പഠിപ്പിക്കേണ്ടത്, ഉസ്താദന്മാരുടെ വഅദിൽ നിന്നല്ല പഠിക്കേണ്ടത്. എന്റെ പൊന്നു പെങ്ങളെ, അല്ലാഹു ആരാണെന്ന് പഠിക്കേണ്ടത്, മുത്തുനബി ആരാണെന്ന് പഠിക്കേണ്ടത് ആദ്യം നീയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. നിങ്ങളുടെ മക്കളുടെ ഒന്നാമത്തെ ഗുരുനാഥൻ ഉമ്മയാണ്. ഉമ്മ, നീ പഠിപ്പിച്ചു കൊടുക്ക്. അല്ലാഹ് ആരാണെന്ന് നിന്റെ പൊന്നുമകൾക്ക് പറഞ്ഞു കൊടുക്ക്. ആരാണ് മുത്തുനബി, ആരാ പ്രവാചകൻ ആരാണെന്ന് നിന്റെ പൊന്നുമോൾക്ക് പറഞ്ഞു കൊടുക്ക്. അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച്, ഇസ്ലാമതത്തെ കുറിച്ച്, നിസ്കാരത്തെ കുറിച്ച്, ഖുർആനിനെ കുറിച്ച് ഇത് പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് നിനക്കുണ്ടല്ലോ. ആ പെൺകുഞ്ഞിന്റെ ഹൃദയത്തിലേക്ക് ഈ നന്മ പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങളാ. അങ്ങനെ പറഞ്ഞ് ചെറിയ പ്രായം മുതലേ നിന്റെ മക്കളെ നീ നല്ല നിലയിൽ ദീനിനെ കുറിച്ച് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്ക്. അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ ആദ്യം നീ നേരെയാകണമല്ലോ. പാപ്പാ, നീയല്ലേ നേരെയാകേണ്ടത്, ഉമ്മ നീയല്ലേ നേരെയാകേണ്ടത്. നീ നന്നായാലല്ലേ നിന്റെ മോള് നന്നാകൂ. നിന്റെ മകൾക്ക് മാതൃകയാകേണ്ടത് നീയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, എപ്പോഴും ദുആ ചെയ്യാ. ഈ ദുആ ചെയ്യുന്നവന് സ്വർഗ്ഗത്തിലൊരു കൊട്ടാരമാ. ഈ ദുആ ചെയ്യുന്നവർക്ക് സ്വർഗ്ഗത്തിലൊരു കൊട്ടാരമാ. ഏത് ദുആ എന്നറിയുമോ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഈ ദുആ ചെയ്യുന്നവർക്ക് സ്വർഗ്ഗത്തിലൊരു കൊട്ടാരമുണ്ട്. അതാണാകട്ടെ പെണ്ണാകട്ടെ, വിവാഹം കഴിഞ്ഞവരാകട്ടെ കഴിക്കാത്തവരാകട്ടെ, ആര് ദുആ ചെയ്താലും സ്വർഗ്ഗത്തില് കൊട്ടാരമുണ്ടെന്ന് പ്രവാചകൻ പറയുമ്പോ ആ ദുആയുടെ അവസാനം എന്തേ പറയുന്നതെന്നറിയുമോ? ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, എന്റെ ഭാര്യക്കും മക്കൾക്കും മാതൃകയാകുന്ന ഒരു വാപ്പയാക്കണേ അല്ലാ, ഒരു ഭർത്താവാക്കണേ അല്ലാ. പെണ്ണേ, നീ ദുആ ചെയ്യുന്നത് ലിൽ മുത്തഖീന ഇമാമാ. പടച്ചവനെ, എന്റെ ഭർത്താവിന് മാതൃകയാകുന്ന, എന്റെ ഭർത്താവിന്റെ തെറ്റുകൾ തിരുത്തി കൊടുക്കുന്ന, എന്റെ മകൾക്കും മകനും മാതൃകയുള്ള ഒരുമ്മയാക്കി എന്നെ മാറ്റണേ അല്ലാ.
ഈ സദസ്സിലിരിക്കുന്ന വാപ്പയോട് ചോദിക്കുകയാ, നീ നിന്റെ മക്കൾക്ക് മാതൃകയാകുന്ന ഒരു വാപ്പയാണോ? നിന്റെ ജീവിതം അങ്ങനെയാണോ? മക്കളെ പോലും പിഴപ്പിക്കുന്നത് നിന്റെ ജീവിത ശൈലിയല്ലേ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, നിന്നെ കണ്ടാണ് നിന്റെ പൊന്നുമോള് പഠിക്കുന്നത്. നീ ഔറത്ത് മറയ്ക്കാറില്ല, നീ തലമറയ്ക്കാറില്ല, നീ നിസ്കരിക്കാറില്ല, നീ ഖുർആൻ ഓതാറില്ല, നീ നല്ല കാര്യങ്ങൾ ചെയ്യാറില്ല. അന്യ പുരുഷനോട് നീ സംസാരിക്കുന്നവളാണ്, അന്യ പുരുഷന്റെ കൂടെ സഞ്ചരിക്കുന്നവളാണ്. ഇതൊക്കെ നിന്റെ പൊന്നാര മകള് കണ്ട് കണ്ട് പഠിച്ചു വരികയാ. പിന്നെ പിടച്ചു പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇതുപോലെ അദബുകളോടുകൂടി നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കൂ. അത് കഴിഞ്ഞ് നിങ്ങളുടെ മക്കൾക്ക് പ്രായമായ ഒരു പുതിയ ആപ്പിളയെ കണ്ടെത്തട്. നിങ്ങളുടെ മകൾക്ക് അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്തട്. അവിടെയും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയുമോ? തുൻകഹുൽ മർഅതു ലി അർബഈൻ, 4 കാര്യങ്ങളാണ് അവിടെയും പരിഗണിക്കേണ്ടത്. മക്കൾക്ക് വിവാഹ പ്രായമെത്തിയ എവന്റെ എങ്കിലും കയ്യിൽ പിടിച്ചു കൊടുത്താ സ്വർഗം കിട്ടൂല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവിടെ 4 കാര്യങ്ങളാണ് പരിഗണിക്കേണ്ടത്. ആ ചെറുതാ നിന്റെ പൊന്നാര മകള് വിവാഹം കഴിച്ചു കൊടുക്കുന്നവന് സൗന്ദര്യമുണ്ടോ? അവന് സമ്പത്തുണ്ടോ? അവന് കുടുംബ മഹിമയുണ്ടോ? അവൻ അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള ബോധമുണ്ടോ? ഈ 4 കാര്യങ്ങളാണ് നിങ്ങൾ മക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോ നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ടത്, നിങ്ങൾ നല്ലതുപോലെ പഠിക്കേണ്ടത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈ 4 കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ട കാരണം എന്തെന്നറിയോ? ഈ 4 കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ട കാര്യമേതാ? ഫളുഫറു ബിദാത്തിദ്ദീൻ. പണത്തിനോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്കോ സൗന്ദര്യത്തിനെക്കാളും നിങ്ങൾ മഹത്വം കൊടുക്കേണ്ടത് അവൻ അല്ലാഹുവിനെ കുറിച്ചറിയാവോ? അവന് നബിയെ കുറിച്ചറിയുമോ? അവന് ദീനിനെ കുറിച്ചറിയുമോ? എന്ന് അവൻ ദീനുള്ളവന് വേണം മക്കളെ കെട്ടിച്ചു കൊടുക്കാ. അല്ലാതെ ദീനില്ലാത്ത പണമുള്ളവന്റെ കയ്യിൽ കൊടുത്താ സ്വർഗം കിട്ടൂല. സൗന്ദര്യമുള്ള ദീനില്ലാത്തവന്റെ കയ്യിൽ മക്കളെ കൊടുത്താ സ്വർഗം കിട്ടൂല. കുടുംബ മഹിമ മാത്രമുണ്ട്, അറിയപ്പെടുന്ന കുടുംബത്തിൽപ്പെട്ടവരാ. അല്ലാഹുവിന്റെ പള്ളിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, മുത്തുനബിയെ കുറിച്ചൊരു ഓർമ്മയുമില്ല. അങ്ങനെയുള്ളവന്റെ കയ്യിൽ കെട്ടിച്ചു കൊടുത്താ സ്വർഗം കിട്ടൂല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഫാത്തിമ എന്ന് പറയുന്ന മുത്തുനബിയുടെ പൊന്നുമോളെ കെട്ടാ മക്കയിലെ സമ്പന്നന്മാര് വന്നു, ഒരുപാട് സ്വഹാബികൾ വന്നു, ഒരുപാട് കുടുംബ മഹിമയുള്ളവർ വന്നു. എല്ലാവരും പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് മടങ്ങിപ്പോയി. പക്ഷേ മുത്തുനബി ആരെയാ തെരഞ്ഞെടുത്തതെന്നറിയോ? മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ നോക്കുമ്പോ അലിയാര് തങ്ങൾ ഒരു ദിവസം പുല്ല് വെട്ടാൻ പോവുകയാണ്. അലിയാര് തങ്ങളുടെ ജോലി എന്തെന്നറിയുമോ? അതാ പുല്ല് വെട്ടിയിട്ട് ഒട്ടകമുള്ള വീടുകളിൽ കൊണ്ടുപോയി വിൽക്കുകയാണ്. വെട്ടുകയാണ്. ആ പുല്ലുകൊണ്ട് ഒട്ടകങ്ങളുള്ള വീടുകളിൽ കൊണ്ട് വിൽക്കും. അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ട് കഴിയുന്നവനാ അലിയാരിതങ്ങള്. അലിയാരിതങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടില്ല. പടച്ചവനെ ചരിത്രം പറയുന്നു, 10 മക്കളാണ് അവിടെ നിന്നുണ്ടായിരുന്നത്. ആ വീട്ടിലാണ് അലിയാരിതങ്ങടമ കിടന്നത്. പടച്ചവനെ ആ അലിയാരിതങ്ങൾ പുല്ല് വെട്ടാ പോകുമ്പോ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, അലിയേ നിനക്കെന്റെ ഫാത്തിമയെ വിവാഹം കഴിക്കാ സമ്മതമാണോ? അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, എന്റെ ഫാത്തിമയെ നിനക്ക് വിവാഹം കഴിക്കാ സമ്മതമാണോ? അലിയാര് തങ്ങൾ അത്ഭുതമായി അവിടെ നിന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്നെ കളിയാക്കുകയാണോ നബിയേ? എന്നെ കളിയാക്കുകയാണോ നബിയേ? ഈ പാവപ്പെട്ട എനിക്ക് ഫാത്തിമാനെ കെട്ടിച്ചു തരാനോ? അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, അലിയേ നിനക്ക് സമ്മതമാണോ? പ്രവാചകൻ അങ്ങനെ കളിയാക്കാറില്ല, പ്രവാചകൻ അങ്ങനെ തമാശ പറയാറില്ല. അലിയാര് തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് സമ്മതമാണ് നബിയേ. അലിയാര് തങ്ങളുടെ മുത്തുനബിയോട് പറയുകയാ, മഹർ വാങ്ങാൻ എന്റെ കയ്യിലൊന്നുമില്ല നബിയേ. കേറി
കിടക്കാൻ നല്ല ഒരു വീടില്ല, ഒരു കുടുംബ വീടാണുള്ളത്. 10 പേരാ കൂടക്കകത്താണ് കിടക്കുന്നത്. മഹർ വാങ്ങാൻ പോലും എന്റെ കയ്യിലൊന്നുമില്ല. എന്റെ കയ്യിലുള്ളത് അതാ ഒരു വാളാണ്, ഒരു കുതിരയാണ്, പടച്ചവനെ ഒരു പരിചയാണ്. ഇത് മൂന്നുമല്ലാതെ എന്റെ കയ്യിലൊന്നുമില്ല. അള്ളാന്റെ റസൂൽ പറഞ്ഞു, അലിയേ ഈ പരിച കൊണ്ടുപോയിട്ട് വിറ്റിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് മഹർ വാങ്ങിയിട്ട് വാ അലിയേ. അലിയാര് തങ്ങൾ പടച്ചവരെ അതാ മഹർ വാങ്ങുന്നതിന് വേണ്ടി തന്റെ കയ്യിലിരുന്ന ഒരു പരിചയുണ്ടായിരുന്നു. അത് കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് മഹർ വാങ്ങി അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്നു. മുത്തുനബി തന്റെ പൊന്നാര മകളെ വിവാഹം കഴിച്ചു വിട്ടു. തന്റെ പൊന്നാര മകളെ വിവാഹം കഴിച്ചു. ആർഭാട വിവാഹങ്ങളായിരുന്നില്ല. അള്ളാഹുവേ, ഇന്നത്തെ വിവാഹങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നില്ല. പറഞ്ഞാൽ എന്റെ വിഷയം മാറിപ്പോകും. നിങ്ങളിൽ പലർക്കും അത് സഹിക്കാൻ കഴിയാത്തതായത് കൊണ്ട് എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളുടെ വിവാഹം കഴിഞ്ഞു. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ അലിയാർ തങ്ങളുടെ കയ്യിൽ പിടിച്ചു. രണ്ടുപേരും കൂടെ ഖുറാത്തിന്റെ വീട്ടിലേക്ക് പോയി. അലിയാർ തങ്ങളും ഫാത്തിമ ബീവിയും രണ്ടുപേരും കൂടെ മണിയറക്കകത്തേക്ക് കിടന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ മുത്തുനബിയുടെ മകളെയാണ് അലിയാർ തങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. എന്തൊരു സന്തോഷമെന്നറിയുമോ? രണ്ടുപേരും കൂടെ മണിയറക്കകത്ത് കയറി. അലിയാർ തങ്ങൾ വിളക്കണച്ചു. വീടിന്റെ അകത്തതാ കയറിയതിനു ശേഷം വാതിലടച്ചു. അതാ കുറച്ചു സമയം കഴിയുമ്പോ വീടിന്റെ അകത്തൊരു കരച്ചില് കേൾക്കുകയാ. വാപ്പാ, മുത്തുനബി മകളെ വളർത്തിയത് എങ്ങനെയാണെന്ന് നിനക്ക് തിരിയണമെങ്കിൽ കല്യാണം കഴിഞ്ഞു പാതിരാത്രി മണിയറക്കകത്ത് കയറിയപ്പോ അതാ അലിയാർ തങ്ങൾ നോക്കുമ്പോ മണിയറക്കകത്തൊരു കരച്ചില് കേൾക്കുകയാ. മണിയറക്കകത്തൊരു കരച്ചില് കേൾക്കുകയാ. അലിയാർ തങ്ങൾ ചിന്തിച്ചു, ആരാ അല്ലാ ഈ മണിയറക്കകത്തിരുന്ന് കരയുന്നതാരാ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് അലിയാർ തങ്ങൾ നോക്കുമ്പോ പുതുമണവാട്ടി മണിയറക്കകത്തിരുന്ന് കരയുകയാ. പുതിയ പെണ്ണ് മണിയറക്കകത്തിരുന്ന് കരയുകയാ. അലിയാർ തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ നീ എന്തിനാ കരയുന്നത്? എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? ഒരുപാട് സമ്പന്നന്മാര് നിന്നെ വിവാഹം കഴിക്കാമെന്നല്ലോ. അതാ ഈ പാവപ്പെട്ട എന്നെ വിവാഹം കഴിച്ചത് കൊണ്ടാണോ നീ കരയുന്നത്? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ അലിയാർ തങ്ങളോട് പറഞ്ഞു, അലിയേ ഈ മക്കത്ത് ഏതെങ്കിലും ഒരു പെണ്ണ് നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കുവോ? ഈ മദീനത്തെ ഏത് പെണ്ണാ നിങ്ങൾ ആഗ്രഹിക്കാത്തത്? എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല അലിയേ. പിന്നെ എന്തിനാ ഫാത്തിമ കരയുന്നത്? എന്തിനാ ഫാത്തിമ കരയുന്നത്? പുതുമണവാട്ടിയോട് ചോദിക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ അവിടെന്ന് പറഞ്ഞു, അലിയേ മണിയറക്കകത്ത് വിളക്കങ്ങണച്ചപ്പോ വല്ലാത്ത ഇരുളാടല്ലോ, വെളിച്ചമില്ലല്ലോ, വല്ലാത്ത ഇരുട്ടാടല്ലോ. ഈ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയുവോ? എനിക്ക് ഖബർ ഓർമ്മ വന്നു അലിയേ. ഒറ്റയ്ക്ക് പോയി കിടക്കണ്ട ഖബറാട്. ഈ ഇരുട്ട് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, അല്ലാഹുവേ ആരാ പറയുന്നത്? പുതുമണവാട്ടിയാ. ആരോടാ പറയുന്നത്? പുതിയാപ്പളയോടാണ്. എപ്പോഴാണ് പറയുന്നത്? മണിയറക്കകത്ത്. മണിയറക്കകത്ത്. ആ മണിയറക്കകത്തിരുന്ന് കൊണ്ട് ഫാത്തിമ പറയുകയാ, അലിയേ ഈ ഇരുള് കണ്ടപ്പോ എനിക്ക് ഖബർ ഓർമ്മ വന്നു. അതിനകത്ത് നമ്മൾ ഒറ്റയ്ക്ക് പോയി കിടക്കണമല്ലോ. ഇതല്ല അലിയേ മണിയറ, ഇതല്ല അലിയേ മണിയറ. മണിയറ ഇവിടെയല്ല. മണിയറ വിഭാഗത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല. മണിയറ ഒരുക്കേണ്ടത് ഇവിടെയല്ല. എവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്നറിയോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. അലിയേ മണിയറ ഒരുക്കേണ്ടത് ഇവിടെയല്ല. വിഭാഗത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല. അതാ നമ്മള്
കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞ് 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞ് എല്ലാവരും കൂടെ കൊണ്ടുപോയിട്ട് പള്ളിപ്പറമ്പിലെ ഒരു കുഴിക്കകത്ത് കൊണ്ട് കുടിച്ചിടുമല്ലോ. ആ കുടിച്ചെടുക്കുന്ന ഖബറിന്റെ അകത്ത് 1-ാമത്തെ രാത്രിയുണ്ടല്ലോ, അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്. അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്, അല്ലാതെ ഇവിടെയല്ല. പടച്ചവനെ, അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ഭാര്യയായി കിട്ടിയ സന്തോഷത്തിന് മണിയറക്കകത്തേക്ക് കടന്നു വന്ന ഭർത്താവിനോട് അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് പറഞ്ഞു കൊടുക്കുകയാ, ഇവിടെയല്ല മണിയറ, അത് പള്ളിപ്പറമ്പിലാ മണിയറ. അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്, അവിടെ മണ്ണിലാണ് കിടക്കേണ്ടത്. അവിടെ ഖബറിന്റെ അകത്ത് വല്ലാത്ത ഇരുളാട്, ആ ഖബറിന്റെ വല്ലാത്ത ശിക്ഷയാണ്, ആ ഖബർ ഇടുങ്ങിയതാണ്. അല്ലാഹുവേ, ആ ഖബർ നമ്മളെ ഞെരിക്കുമല്ലോ, അവിടെ നമ്മൾ ഒറ്റയ്ക്ക് പോയി കിടക്കണമല്ലോ. അല്ലാഹുവേ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല വിവാഹത്തിന്റെ 1-ാമത്തെ രാത്രി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാ, അതാടാ പുതിയ പട ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ എന്നും മലക്കുകൾ പറയുന്ന രീതിയിൽ നമ്മുടെ ഖബർ നമുക്കൊരുക്കാമലിയേ എന്ന് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, അതാ പെമ്മക്കള്, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാന്റെ റസൂല് തന്റെ മകള് വളർത്തേണ്ട രീതിയിൽ വളർത്തിയപ്പോ വിവാഹം കഴിഞ്ഞ് മണിയറക്കകത്ത് കയറി വന്നിട്ട് വിളക്കങ്ങോട്ട് അണഞ്ഞപ്പോ ഇരുന്ന് കരയാ. വിളക്കങ്ങട്ട് അണച്ചപ്പോ, ലൈറ്റങ്ങട്ട് അണച്ചപ്പോ ഇരുള് കണ്ടപ്പോ കരയാ. എന്തിനാ ഫാത്തിമ കരയണേ? ഈ ഇരുള് കണ്ടപ്പോ എനിക്ക് ഖബർ ഓർമ്മ വന്നെന്ന്. അതുകൊണ്ട് ഇവിടെയൊന്നുമല്ല മണിയറ, മണിയറ ഒരുക്കുവാണെങ്കിൽ പള്ളിപ്പറമ്പിൽ ഒരുക്കണം. മണിയറ ഒരുക്കുകയാണെങ്കിൽ ആദ്യ രാത്രി എന്ന് പറയുന്നത് ഇവിടെയല്ല, പള്ളിപ്പറമ്പിലെ 1-ാമത്തെ രാത്രി. അതുകൊണ്ട് ആ രാത്രി നമുക്ക് മണിയറയാക്കണമെങ്കിൽ വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് നിസ്കരിക്കാം, ഖുർആൻ ഓതാം, സലാത്ത് പറയാം, ദുആ ചെയ്യാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇങ്ങനെ പറയുന്ന ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണാൻ പറ്റുമോ? ഇങ്ങനെയൊന്നും പറയണ്ട. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ രാത്രി വരുന്ന ഭർത്താവിനോട് ഭാര്യ ചോദിക്കാറുണ്ടോ, കാക്ക ഇന്ന് സുബഹി നിസ്കരിച്ചോ? ഏതെങ്കിലും ഒരു കല്യാണ പെണ്ണ് രാത്രി മണിയറക്കകത്ത് കയറി വരുന്ന ഭർത്താവിനോട് കാക്ക സുബഹി നിസ്കരിച്ചിട്ടുണ്ടോ ചോദിക്കാറുണ്ടോ? കാരണം ചോദിക്കണം, അങ്ങനെ ചോദിക്കണം. കാരണം സുബഹി നമസ്കരിക്കാത്ത ദിവസം എന്തെങ്കിലും ചെയ്താൽ അതിൽ ബറക്കത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സുബഹി നിസ്കരിക്കാത്ത ദിവസം മക്കളെ പെണ്ണ് കെട്ടാൻ നിൽക്കണ്ട, കെട്ടിയ പൊട്ടും. അതന്നെ നിന്റെ ജീവിതത്തിൽ ഒരു കാലത്തും അള്ളാഹു സമാധാനം തരൂല്ല. വാപ്പാ, നീ സുബഹി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിന്റെ മോളുടെ കല്യാണം നടത്തരുത്, കൈ പിടിച്ചു കൊടുക്കല്, വേറെ ആളെ ഏൽപ്പിച്ചേക്കണം, പള്ളിയിൽ ഉസ്താദിനെ ഏൽപ്പിച്ചിട്ട്. നീ സുബഹി നിസ്കരിച്ചിട്ടില്ല, മകളുടെ വിവാഹത്തിന്റെ തലേ ദിവസം രാത്രി 12 മണി വരെ നിനക്ക് ഇവിടെ ആഘോഷമായിരുന്നു, എന്ത് നിസ്കാരല്ലേ? പിറ്റേ ദിവസം നീ ഉറങ്ങി, സുബഹിക്ക് ഉറങ്ങി, നീ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യരുത്? വലിയായിട്ട് നീ ഇരിക്കരുത്, പള്ളിയിലെ ഖത്തീബിനെ ഏൽപ്പിച്ചേക്കണം, അദ്ദേഹം സുബഹി നിസ്കരിച്ചിട്ടുണ്ടല്ലോ, അങ്ങാരി പിടിച്ചു കൊടുക്കട്ടെ, എങ്കിൽ നിന്റെ മോള് സന്തോഷത്തോടെ ജീവിക്കും. പക്ഷെ നീ കൊടുത്താലോ നിന്റെ മക്കളുടെ കണ്ണുനീര് കാണേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഏത് ചെറുപ്പക്കാരാ, ഏത് പെണ്ണാടാ ചോദിക്ക, കാക്ക നിങ്ങളെന്ന് സുബഹി നിസ്കരിച്ചോ, ലോഹർ നിസ്കരിച്ചോ, അസർ നിസ്കരിച്ചോ? എന്ത് നിസ്കാരം? പുതിയാപ്പള വരുന്നത് ആടിയാ, പുതിയാപ്പള വരുന്ന ആടിയാടി. അപ്പൊ ചോദിക്കും, പെണ്ണി ചോദിക്കും, എന്തേക്കാ ആടുന്നേ? കൂട്ടുകാരെല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോ ഒരു 60 അടിച്ച്, അത്രേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. കൂട്ടുകാരെല്ലാരും കൂടെ സന്തോഷമല്ലേ മോളെ, ഇന്ന് കല്യാണ ദിവസമല്ലേ, ചങ്ങാതിമാരെല്ലാരും കൂടെ ഉപദേശിച്ചപ്പോ ഒരു ഇത്തിരി അടിച്ചു. ഓ, അന്ന് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഇത്തിരി അടിക്കുന്നവനെ കെട്ടിച്ചു കൊടുക്കത്തുള്ളൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഫാത്തിമ ബീവി അങ്ങനെ ആയിരുന്നില്ല. മണിയറക്കകത്ത് വന്ന ഭർത്താവിനെ കൊണ്ട് ഇബാദത്ത് ചെയ്യിപ്പിച്ചു. അതാ മകള്, അതാ പെൺകുട്ടി. എന്റെ പ്രിയമുള്ളവരെ, എത്രയോ തലതിരിഞ്ഞ ഭർത്താക്കന്മാരെ പെണ്ണുങ്ങൾ നന്നാക്കിയിട്ടുണ്ട്. എത്രയോ തലതിരിഞ്ഞ. എന്റെ ഒരു പെണ്ണ് വിചാരിച്ച ഏത് വൃത്തികെട്ടവനെയും നന്നാക്കാൻ പറ്റുമല്ലോ, പക്ഷെ നന്നാക്കാൻ മനസ്സില്ലല്ലോ, കളഞ്ഞിട്ട് പോവല്ലേ പറ്റി. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഫാത്തിമ പറഞ്ഞു, വാപ്പാ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ലക്കി സലാസ്, 3 ദിവസമായി വാപ്പ ഭക്ഷണം കഴിച്ചിട്ട്, 3 ദിവസമായി. മുത്തുനബിയോട് പൊന്നുമോള് പറയാ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി, അയ്യാ എനിക്ക് സഹിക്കുന്നില്ല, വിശപ്പ് സഹിക്കണില്ല വാപ്പ. അള്ളാന്റെ റസൂലിനോട് തന്റെ പൊന്നാര മകള് പരാതി പറഞ്ഞപ്പോ വാപ്പ പറഞ്ഞു എന്തെന്നറിയും? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല പറഞ്ഞു, ഞാൻ 3 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല വാപ്പ, തളർന്നു കിടക്ക, എനിക്ക് വയ്യ. തന്റെ പൊന്നാര മകള് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വലി അബീക അർബഉ, നിന്റെ വാപ്പ ഭക്ഷണം കഴിച്ചിട്ട് 4 ദിവസമായി മോളെ. അള്ളാന്റെ റസൂൽ അങ്ങോട്ട് പറയാ, മോളെ നിന്റെ വാപ്പ ഭക്ഷണം കഴിച്ചിട്ട് 4 ദിവസമായി. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല കെട്ടിപ്പിടിച്ചിട്ട് കരയാ വാപ്പാനെ.
എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നിട്ട് മുത്തുനബി പറഞ്ഞു കൊടുത്തെന്തെന്നറിയോ? മോളെ, അലിന്റെ മനസ്സ് നീ വേദനിപ്പിക്കല്ലേ. മുത്തുനബി പറഞ്ഞു കൊടുത്തെന്നറിയോ? നിന്റെ ഭർത്താവിന്റെ മനസ്സ് നീ വേദനിപ്പിക്കരുത്. ആ മനുഷ്യന്റെ പൊരുത്തുണ്ടെങ്കിലേ നിനക്ക് സ്വർഗം കിട്ടൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാ വാപ്പ കെട്ടിച്ചങ്ങോട്ട് വിട്ടു. കെട്ടിയവന്റെ വീട്ടിൽ പോയി അമ്മായിയമ്മ എന്തോ പറഞ്ഞു, നീ വാരി കെട്ടി വീട്ടിൽ വന്ന് വാ, അതെ മതി, അൽഹംദുലില്ലാ, കച്ചവട ജീവിതമൊക്കെ മതി. ഇന്നത്തെ വാപ്പ ഭർത്താവിന്റെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ ചിന്തിക്ക്, അമ്മായിയമ്മ എന്തോ പറഞ്ഞതേ ഉള്ളൂ, കഴിഞ്ഞു, അസ്സലാമു അലൈക്കും. ഈ അടുത്തൊരു തലാക്ക് നടന്നു. എന്താ സംഭവം എന്നറിയോ? അല്പം ഇന്നത്തെ തലാക്കിനൊന്നും പിന്നെ ചോദ്യമൊന്നും ഇല്ലല്ലോ. ഇപ്പൊ അങ്ങനെ ഈ പെണ്ണ് കുളിക്കാൻ പോയപ്പോ ഒരു സോപ്പ് കൊണ്ടുപോയി കുളിച്ചു കഴിഞ്ഞപ്പോ ആ സോപ്പ് ഇങ്ങ് കൊണ്ടുവന്നു. ഇത്രയേ ഉള്ളൂ. കുളിക്കാൻ പോകുമ്പോ ഒരു സോപ്പ് കൊണ്ട് കുളിപ്പരയിൽ പോകും, ആ കുളിച്ചു കഴിയുമ്പോ ആ സോപ്പും കൊണ്ട് തിരിച്ചിങ്ങ് വരും. അപ്പൊ ഇങ്ങനെ സോപ്പും കൊണ്ട് തിരിച്ചു വരുന്നത് കണ്ടപ്പോ ഭർത്താവിന്റെ സഹോദരി കണ്ടു. അവള് നേരെ ചെന്ന് ഉമ്മാനോട് പറഞ്ഞു. ഉമ്മ ചോദിച്ചു, ഇവിടെ എന്താ പകർച്ചവ്യാധികൾ വല്ലതും ഉണ്ടോന്ന്. അത്രേ ഉള്ളൂ. രണ്ടും രണ്ട് വീട്ടില. അള്ളാഹു ഹിദായത്തോടെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആലോചിക്ക്, എന്താ കുറ്റം? എടാ, ഒരു സോപ്പ് അത് കുളിക്കാൻ കൊണ്ടുപോയിട്ട് ആ പെണ്ണ്, അവള് കുളിക്കണ സോപ്പല്ലേ, വേറെ ആരും കുളിക്കണ്ട, അവള് തിരിച്ച് റൂമിൽ കൊണ്ടുവച്ചു. ഇത് സഹോദരി കണ്ടു. അത് അവസാനം ഉമ്മയുടെ അടുത്ത് ചെന്നു. അവസാനം ഉമ്മ അത് ഭൂകമ്പമാക്കി. എന്ത്, ഇവിടെ എന്തോ പകർച്ചവ്യാധിയുണ്ട്, അവള് മാത്രം അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ അവസാനം പെണ്ണിന്റെ വീട്ടിലും പയ്യന്റെ വീട്ടിലും രണ്ടുപേരും ബന്ധമൊഴിഞ്ഞു. ഇതാ ഇന്നത്തെ അവസ്ഥ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതൊരു രസമുള്ള ഇങ്ങനെ പരിപാടിയാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് വാപ്പ പറഞ്ഞു കൊടുത്തു, മോളെ, നിന്റെ വാപ്പ ഭക്ഷണം കഴിച്ചിട്ട് 4 ദിവസമായി. മോള്, നീ മനസ്സ് വേദനിപ്പിക്കരുത്. അലിയുടെ ഭർത്താവ, ആ അലിയുടെ പൊരുത്തം ഉണ്ടെങ്കിലേ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ. നീ അലിയെ വേദനിപ്പിക്കരുത്. മഹാനായി നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അങ്ങനെ ഇങ്ങോട്ട് ഭർത്താവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെ ജീവിക്ക്. അങ്ങനെ ദീന അതാ അടിച്ചു പിരിഞ്ഞു വരുമ്പോ വീട്ടിൽ ഭർത്താവിനെ കുറിച്ച് പരാതി പറയുമ്പോ, ഭർത്താവിന്റെ മാതാപിതാക്കളെ കുറിച്ച് പരാതി പറയുമ്പോ മകളെ ഉപദേശിച്ചു കൊടുക്കണം. മോളെ, ഞാൻ അനുഭവിച്ചതിന്റെ പകുതിയൊന്നും നീ അനുഭവിക്കുന്നില്ലല്ലോ. ഞാൻ പട്ടിണി കിടന്നതിന്റെ പകുതിയൊന്നും നീ കിടക്കുന്നില്ലല്ലോ. സഹിക്ക്, ക്ഷമിക്ക്. എന്റെ പ്രിയമുള്ളവരെ, തെറ്റുകൾ തിരുത്തി കൊടുത്ത് അങ്ങോട്ട് പറഞ്ഞു വിടുന്നതിന് പകരം ഇന്നെന്റെ ഉമ്മമാർ മക്കളോടുള്ള സ്നേഹം അത് അനാവശ്യ സ്നേഹമായി അവരുടെ ജീവിതം തന്നെ തകർക്കുന്ന രീതിയിലേക്ക് മാറുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, അവസാനം അല്ലാഹുവേ ഞാൻ വിശദീകരിക്കുന്നില്ല, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മരണമെടുത്തു. മരിക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ ഈ വഅദിന്റെ സദസ്സിലിരിക്കുന്ന സർവ്വ പെണ്ണുങ്ങളും കേൾക്കാൻ പറയുകയാ, ആ ഫാത്തിമ ബീബിയുടെ പുറകിൽ നിന്നാണ് നീ സ്വർഗ്ഗത്തിൽ പോകേണ്ടത്. ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മരിക്കുന്നതിന്റെ തലേ ദിവസം തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അലിയാരിതങ്ങളോട് പൊരുത്തം ചോദിച്ചു. അലിയെ, ഞാൻ പോവുകയാണ്, അലിയെ നമ്മൾ പിരിയുകയാണ്. അല്ലാഹുവേ പടച്ചവനെ, അവിടുന്ന് യാത്ര പറയുകയാണ്. എന്നിട്ട് പറയുകയാലിയേ, ഞാൻ മരിച്ചാൽ പകലി എന്നെ കൊണ്ടുപോയി കബറടക്കരുത്. ഭർത്താവിനോട് ഭാര്യ പറയുകയാ. അള്ളാന്റെ റസൂലിന്റെ മകള് പറയുകയാണ്, ഞാൻ മരിച്ച എന്നെ പകല് കൊണ്ടുപോയി കബറടക്കരുത്, രാത്രിയിലേ കബറടക്കാവൂ. അലിയാര് തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ, എന്തേ നീ അങ്ങനെ പറഞ്ഞത്? എന്താണ് പകല് കബറടക്കിയാൽ എന്താണ്? അല്ലാഹുവേ, ഫാത്തിമ ബീവിയോട് അലിയാര് തങ്ങൾ ചോദിക്കുമ്പോ അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോള് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അലിയേ, എന്റെ ശരീരം നിങ്ങളല്ലാതെ വേറെ ആരും ഇന്ന് വരെ കണ്ടിട്ടില്ല. ഒരാളും എന്റെ ശരീരം ഇന്ന് വരെ കണ്ടിട്ടില്ല. അലിയേ, പകലാണ് എന്നെ കബറടക്കുന്നതെങ്കിൽ എന്റെ മയ്യത്ത് പൊതിയുന്നത്, എന്റെ മയ്യത്ത് ചുമക്കുന്നത്, എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്നത് അന്യ പുരുഷന്മാരാകുമല്ലോ. അലിയേ, അതാ 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞ എന്റെ ജനാസ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ, അവരെ കബറിൽ ഇറക്കി വെക്കുമ്പോ, അലിയേ, എന്റെ ശരീരത്തിന്റെ വടിവ് അന്യ പുരുഷന്മാര് കാണുമല്ലോ. അലിയേ, അതുകൊണ്ട് പകലെന്നെ കബറടക്കല്ലേ. ആരാ ഉമ്മ പറഞ്ഞത്? അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോള്. ആ മകളുടെ പുറകിൽ നിന്നാ നീ പോകേണ്ടത്. പക്ഷേ നീ പറ, ഇന്ന് മകൾ
മകളുടെ കൂടെ ടിക്ടോക്ക് നടത്തുന്നത് നീയല്ലേ? നിന്റെ പൊന്നാരമകള് അല്ലാഹുവേ പടച്ചവനെ ഔറത്ത് തുറന്നിടുന്ന വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നത് നീയല്ലേ? നീ ഫർദ ധരിക്കും, നിന്റെ